ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞേക്കുന്നത് വായിച്ച് നോക്കാമേ. തെളിഞ്ഞ ആകാശത്തിന് കീഴിലായി പച്ച വിരിച്ചതുപോലൊരു വയൽ. നെന്മണികൾ ചെറുകാറ്റിൽ പതിയെ തലയാട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാ. ഇന്ന് അവധിയായതിനാൽ അച്ഛനോടും അമ്മയോടുമൊപ്പം ഞാനും ചേച്ചിയും കൂടെ കൃഷി ചെയ്യാൻ ഇറങ്ങി. നെല്ല് മാത്രമല്ല, തൊട്ടടുത്ത് പച്ചക്കറി കൃഷിയുമുണ്ട്. വഴുതന, കത്തിരി, പയർ, പടവലം, വെണ്ട, ചീര, ചേന, ചേമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ പച്ചക്കറികളുമുണ്ട്. വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന തോട്ടത്തിന്റെ കാഴ്ച എന്നെ അമ്പരപ്പിച്ചു. പതിവിലും അധികം വിളവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്. വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിലേറെയും സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ശീലം പണ്ടു മുതലേ അച്ഛൻ്റെ പതിവാണ്. കുറച്ചധികം പച്ചക്കറികൾ ലഭിച്ചതുകൊണ്ട് അതിൽ കുറച്ച് കീർത്തി ചേച്ചിയുടെ വീട്ടിലും പിന്നെയുള്ളത് ചന്തയിലേക്കും അമ്മ കൊണ്ടുപോയി. ഓക്കെ, നീതുവിൻ്റെ ഡയറി കുറിപ്പാണ് നമ്മൾ വായിച്ചത്. അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടല്ലേ. കൃഷി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആവശ്യത്തിലധികം പച്ചക്കറി ലഭിക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി എങ്ങനെയുള്ളതാണ്? വിഷരഹിതമാണല്ലേ. അപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കും അതിനു പുറമെ അവർ അയൽവക്കത്തുള്ളവർക്കും അതുപോലെ തന്നെ ചന്തയിലേക്കും എത്തിക്കുന്നുണ്ട്. അവർക്ക് വിഷരഹിത ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നു. അതിനു പുറമെ വരുമാനം ഉണ്ടാക്കാനും മിച്ചം വയ്ക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. നോക്കിക്കേ, വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിനാവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യർ അവലംബിച്ച കൃഷിരീതികൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. കൃഷിയുടെ ഉത്ഭവം. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BC-യിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BC-യിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജൊദാരോയിലും ഹരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. ഉപജീവന കൃഷി. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണിത്. എന്താണ് ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ? എന്താണ്? കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് മാത്രമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുകയാണ്. ലാഭം നേടുക എന്നത് ഈ കൃഷിരീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. അവരുടെ ആവശ്യത്തിന് മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ കൃഷിരീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അടുത്തത് സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നു. ചെലവ് താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, തോട്ടവിള കൃഷി. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ
തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്. വാണിജ്യ വിളകൃഷി. കാർഷികോൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യവിള കൃഷി. എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യവിളകളാണ്. നോക്കിക്കേ, ഉപജീവന കൃഷി, സമ്മിശ്ര കൃഷി, തോട്ടവിള കൃഷി, വാണിജ്യവിള കൃഷി. ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കൽ, സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപാദനം, ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരം കൃഷികളുടെ സംയോജനം, താരതമ്യേന തൊഴിലാളികളുടെ എണ്ണം കുറവ്, വൈവിധ്യമാർന്ന ഭക്ഷ്യോൽപാദനങ്ങളുടെ ലഭ്യത, ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുന്നു, ഉൽപാദന ചെലവ് കുറവ്. തോട്ടവിള കൃഷി എങ്ങനെയാണ്? ദീർഘകാല വരുമാനം, താരതമ്യേന വിശാലമായ കൃഷിസ്ഥലം, താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവ്, വൻതോതിലുള്ള ഉൽപാദനം. വാണിജ്യവിള കൃഷി, സംഭരണശാലകളുടെ ഉപയോഗം, ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ, ഉയർന്ന മൂലധന നിക്ഷേപം, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. നോക്കിക്കേ, കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും. ഇവിടെ നമുക്ക് ഏതൊക്കെ വിളകളാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്? നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, അതുപോലെ തന്നെ ചോളമുണ്ട് അല്ലേ? മറ്റുള്ളവ ഏതൊക്കെയാണ്? പരുത്തിയുണ്ട്, റബ്ബറുണ്ട്, തേയിലയുണ്ട് അല്ലേ? ഓക്കെ. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. നോക്കിക്കേ, ഭക്ഷ്യവിളകളും നാണ്യവിളകളും. ഭക്ഷ്യവിളകള് നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, കപ്പ, പയറുവർഗ്ഗങ്ങൾ. നാണ്യവിളകൾ പരുത്തി, റബ്ബർ, ചണം, കാപ്പി, ഏലം, കുരുമുളക്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ കാർഷിക വിളകളാണ് കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ടെക്സ്റ്റില് ഗോതമ്പ്, പരുത്തി, നെല്ല് എന്നിവ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങള് കളർ അടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് തന്നിട്ട് അതിൽ കളർ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഗോതമ്പ്, പരുത്തി, നെല്ല് എന്നിവ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഓക്കെ. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം. ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്തുണ്ടാവും? കാർഷിക വിളകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവത്തുള്ളൂ. വ്യത്യസ്ത കാർഷിക വിളകൾക്ക് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം, ഭൂപ്രകൃതി വൈവിധ്യം, ഭൂവിസ്തൃതി, സമൃദ്ധമായി ലഭിക്കുന്ന മഴ. കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, കാർഷിക ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യവസായം. നോക്കിക്കേ, പരുത്തി തുണി വ്യവസായം, കരിമ്പ് പഞ്ചസാര വ്യവസായം, റബ്ബർ ടയർ വ്യവസായം, തേയില വ്യവസായം. ധാതു സമ്പത്തിലൂടെ.
ധാതുക്കളുടെയും ധാതു ഖനനം ചെയ്യുന്ന പ്രദേശങ്ങളുടെയും ചിത്രമാണ് മുകളിൽ കാണിച്ചേക്കുന്നത്. കണ്ടോ? എന്താ ധാതുക്കൾ എന്ന് പറഞ്ഞാല്? ധാതുക്കൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇവയുടെ ഉപയോഗം എന്താണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മൈക്ക, വജ്രം, സിലിക്ക, മണൽ തുടങ്ങിയവ അലോഹധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കണം, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഖര, ദ്രവ, വാതക, പ്ലാസ്മ തുടങ്ങിയ അവസ്ഥകളിലാണ് ധാതുക്കൾ കാണപ്പെടുന്നത്. മിക്കവാറും ധാതുക്കളുടെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ അവയുടെ അളവിലും ഗുണമേന്മയിലും വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ധാതുക്കളെ പ്രധാനമായും എങ്ങനെയൊക്കെയാണ് തിരിച്ചേക്കുന്നത്? ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ശരി, രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം. നോക്കിക്കേ, ഇവിടെ ധാതുക്കൾ തന്നിട്ടുണ്ട്, അവയുടെ ഉപയോഗവും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഹേമറ്റൈറ്റിന്റെ ഉപയോഗം എന്താണ്? ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സിലിക്ക, മണൽ എന്തിനാണ്? വീട് നിർമ്മാണം, അതുപോലെ തന്നെ ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വജ്രം ആഭരണ നിർമ്മാണത്തിനും അതുപോലെ തന്നെ വ്യവസായിക ഉപയോഗത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു. കൽക്കരി തീവണ്ടി, ഇരുമ്പ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പെട്രോളിയം വാഹന ഇന്ധനം, പെയിന്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്ത നോക്കിയേ, ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതുണ്ടാകാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, അതുപോലെ തന്നെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, കാർഷിക ഉൽപാദനക്ഷമത കുറഞ്ഞത്. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഓക്കെ, അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയും ഈ 5 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ചേക്കണം. കാരണം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്.
അതെന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നോക്കിക്കേ. ടൈം മാസിക 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തരായ 20 ഏഷ്യക്കാരിൽ ഒരാളായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 1987 കാർഷിക രംഗത്തെ നൊബേൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് നേടി. വിദേശ ഭക്ഷ്യ സഹായത്തോടെ മുന്നോട്ടു പോയിരുന്ന ദുരിതകാലത്തു നിന്നും രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച വ്യക്തി. കുട്ടനാടിന്റെ കാർഷിക സമൃദ്ധി സംരക്ഷിക്കാൻ പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജ് ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന്, മാങ്കൊമ്പ് എന്നീ സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ തറവാട്. ഓക്കെ, ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി കാണും. ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ വരുന്ന എക്സാമിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. 2023 സെപ്റ്റംബർ 28-നാണ് അദ്ദേഹം അന്തരിച്ചത്. അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻസും ഇപ്പോൾ എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കണം. ടെക്സ്റ്റിലും ഉണ്ടല്ലോ, പുതിയ ടെക്സ്റ്റിൽ ഇത് വന്നിട്ടുണ്ട്, പഠിച്ചു വെക്കണേ. ശരി, നോക്കിക്കേ. ഡോക്ടർ MS സ്വാമിനാഥൻ 1925 ആഗസ്റ്റ് 7-ന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടണ്ണ് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഇദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28-ന് അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നോക്കിയേ. ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ, നേട്ടങ്ങളും പരിമിതികളുമാണ്. നേട്ടങ്ങൾ നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷ്യ ഇറക്കുമതിയിലെ ആശ്രയത്വം കുറഞ്ഞു. ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കുന്നതിനായി കരുതൽ ശേഖരം സൂക്ഷിക്കുവാൻ കഴിഞ്ഞു. ഉയർന്ന ഉൽപാദനം മൂലം വിപണന മിച്ചം സാധ്യമായി. പരിമിതി നോക്കിക്കേ. ജലം അമിതമായി ഉപയോഗിച്ചതുവഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. പുത്തൻ സാങ്കേതിക വിദ്യയുടെ ചിലവ് വഹിക്കാൻ ചെറുകിട കർഷകർക്ക് കഴിഞ്ഞില്ല. അതിനാൽ വൻകിട കർഷകർക്കായിരുന്നു കൂടുതൽ നേട്ടം. ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപാദനത്തിൽ മാത്രം ഇവയുടെ നേട്ടങ്ങൾ ഒതുങ്ങി നിന്നു. ഓക്കെ, ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25-ന് അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. 1970-ൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ ചിത്രം അതാ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി നോക്കിക്കേ. ദാരിദ്ര്യം എന്നാൽ ആ ചങ്ങാതിയെ അന്വേഷിച്ചാണ് 2 കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത്. അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയെന്ന്. അവസാനം അവർ മുറിക്കുള്ളിൽ കയറി ഒരു അന്വേഷണം തന്നെ നടത്തി. കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്ന ഒരു സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ. അവർ ചോദിച്ചു, ഇത് നിനക്ക് കടലാസിൽ ചെയ്തുകൂടെ? ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്, പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക? അവന്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി. നമ്മൾ വായിച്ചത് എന്താണ്? കണക്കിലെ മാന്ത്രികനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വായിച്ചത്. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെ എന്താ വിളിക്കുന്നത്? ദാരിദ്ര്യം എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം.
മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ. ഓക്കെ, ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ. ഓക്കെ, നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ റേഷൻ കാർഡൊക്കെ എങ്ങനെയാണ്? ദാരിദ്ര്യരേഖ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലേ? അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? നമ്മുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണോ താഴെയാണോ എന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പരമ്പരാഗത മാനദണ്ഡം എന്താണെന്ന്? ദാരിദ്ര്യം പ്രധാനമായും അളക്കുന്നത് തൊഴിൽ ചെയ്യാൻ ഒരു വ്യക്തിക്ക് വേണ്ട ഊർജത്തിന്റെയും, അതായത് കലോറി ഊർജത്തിന്റെയും അത് നേടാൻ വേണ്ട പ്രതിമാസ പ്രതിശീർഷ വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഗ്രാമപ്രദേശത്ത് ഒരാൾക്ക് 2400 കലോറിയും അത് ലഭിക്കുന്നതിന് ഒരാൾക്ക് 816 രൂപയുമാണ് ഒരു മാസം വരുമാനമായി ലഭിക്കേണ്ടത്. നഗരപ്രദേശത്ത് ഒരാൾക്ക് 2100 കലോറിയും അത് ലഭിക്കുന്നതിന് 1000 രൂപ വരുമാനവുമാണ് ഒരു മാസം ലഭിക്കേണ്ടത്. ഇത്രയും വരുമാനം നേടാൻ കഴിയാത്തവരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു ഒരാളുടെ വരുമാനത്തിന്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിന്റെ അല്ലെങ്കിൽ കലോറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത്. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നോക്കിക്കേ, ദാരിദ്ര്യത്തിന്റെ പൊതു കാരണങ്ങളാണ് തൊഴിലില്ലായ്മ, കടബാധ്യത, വർദ്ധിച്ച ജനസംഖ്യ, വിലക്കയറ്റം, അവസര സമത്വം, അതുപോലെ തന്നെ സമ്പത്തിന്റെ അസന്തുലിതമായ വിതരണം, മൂലധനത്തിന്റെ അഭാവം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവ്. ഇതൊക്കെ ദാരിദ്ര്യത്തിന്റെ പൊതു കാരണങ്ങളാണ്. ഓക്കെ, ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. MPI ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും സംയുക്തമായി തയ്യാറാക്കിയതാണിത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല, എന്നാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ വരുമാനം മാത്രം അടിസ്ഥാനമാക്കിയല്ല നമ്മൾ ബഹുമുഖ ദാരിദ്ര്യ സൂചിക മനസ്സിലാക്കുന്നത്. അതിൽ ആരോഗ്യം വരുന്നുണ്ട്, വിദ്യാഭ്യാസം വരുന്നുണ്ട്, ജീവിത നിലവാരം വരുന്നുണ്ട്. അതിൽ വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? ആരോഗ്യത്തിലെ പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് നോക്കും, മാതൃ ആരോഗ്യം നോക്കും. പിന്നെ വിദ്യാഭ്യാസത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം നോക്കും, സ്കൂൾ ഹാജറും നോക്കും. ജീവിത നിലവാരത്തിലെ പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ലായിരിക്കും അല്ലേ? അപ്പോൾ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ദാരിദ്ര്യ സൂചിക തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 2015 to 16, 2019, 21 വർഷങ്ങളിലെ ദാരിദ്ര്യനിലയാണ് നോക്കാൻ പോകുന്നത്. അതിന്റെ ഗ്രാഫാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. താഴെ മേളില് സംസ്ഥാനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് 19, 21 കണക്കാണ്. അതുപോലെ തന്നെ ഗ്രേ കളറിൽ കാണിച്ചേക്കുന്നത് 15, 16 കണക്കാണ്. ഓക്കെ, ഇതില് ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിക്കേ. ഏറ്റവും ടോപ്പില് ബീഹാറാണ്, അതിനുശേഷം ജാർഖണ്ഡ് ആണ്, പിന്നെ മേഘാലയ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഈ 5 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ
ദാരിദ്ര്യം നേരിടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാന്ന് നോക്കിക്കേ, നമ്മുടെ കേരളമാണ് ദാരിദ്ര്യത്തിലെ ഏറ്റവും കുറവ് ഉള്ളത്. ഓക്കെ, ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ കേരളത്തിന്റെ തൊട്ടു മുകളിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗോവയുണ്ട്, തമിഴ്നാടുണ്ട്, സിക്കിമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യം 2015-16 അപേക്ഷിച്ച് 2019-21 എത്ര ശതമാനം കുറഞ്ഞു? 0. നോക്കിക്കേ, ഇവിടെ കാണിച്ചിട്ടുണ്ട് 0.15% ആണ് കുറഞ്ഞത്. നോക്കിക്കേ, ഗ്രേ കളറിൽ കാണിച്ചേക്കുന്നത് 15-16 അത് 0.70% ആണ്. 19-21 0.55% ആണ്. അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ 0.15% ആണ് കുറഞ്ഞത്. ഓക്കെ, നമ്മൾ കണ്ടു കേരളത്തില് ദാരിദ്ര്യം വളരെ കുറവാണല്ലേ. അപ്പോൾ കേരളം ഈ നേട്ടം കൈവരിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹ്യ ക്ഷേമ പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ പൊതുവിതരണ സമ്പ്രദായം നമുക്കുണ്ട്, ഭക്ഷ്യസുരക്ഷയുണ്ട്. ഓക്കെ, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഈ പദ്ധതികളെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികൾ, അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ നോക്കിക്കേ, സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികൾ. പദ്ധതിയുടെ പേര് നോക്കാം. ആദ്യത്തേത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇത് പഠിച്ചു തന്നെ വെക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. അടുത്തത് ജീവനം പദ്ധതി. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന വിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. അടുത്തത് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമാൻ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. അടുത്തത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. പെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണിത്. നോക്കിക്കേ, ഇത് കൂടാതെ കേരളത്തിലെ മറ്റ് പദ്ധതികൾ കൂടിയുണ്ട്. അതേതൊക്കെയാണ്? സ്നേഹസ്വാന്തനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. ഇതെല്ലാം എക്സാമിന് വരുന്നതാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല, എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ഇതെല്ലാം അല്ലേ. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ. അതുകൊണ്ട് കുടുംബശ്രീയെ കുറിച്ച് മനസ്സിലാക്കി വെക്കണേ. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച ലക്ഷ്യമിട്ട് വർഷം നോക്കണം. 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു.
ഷീ സ്റ്റാർസ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ്. നോക്കിക്കേ, കുടുംബശ്രീയെ കുറിച്ചൊരു പേപ്പർ കട്ടിംഗ് ആണ്, വായിച്ചു നോക്കാം. തൊട്ടതെല്ലാം പൊന്നാക്കി കുടുംബശ്രീ. ഇന്ന് കുടുംബശ്രീ എത്തിച്ചേരാത്ത മേഖലകളില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കുടുംബശ്രീയുടേത്. ഏറ്റവും ഒടുവിലായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പ്രീമിയം കഫേകൾ, ജനകീയ ഹോട്ടലുകൾ, വെജിറ്റബിൾ കിയോസ്കുകൾ തുടങ്ങി മാതൃകാപരമായ നിരവധി പദ്ധതികൾ കുടുംബശ്രീ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായ വയോജന പരിചരണ മേഖലകളിലേക്കും ഇവർ കടന്നു കഴിഞ്ഞു. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ശുചിത്വ കേരളത്തിന്റെ അംബാസഡർമാരായി മാറിയിട്ടുള്ള കുടുംബശ്രീയുടെ ഹരിതകർമ്മസേന. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ഇന്ന് രാജ്യത്തിന് മാതൃകയാണ്. ഓക്കെ, നോക്കിക്കേ, ഭക്ഷ്യസുരക്ഷ. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാലാവസ്ഥാ വ്യതിയാനം, വരുമാനക്കുറവ്, ലഭ്യതക്കുറവ്, വ്യവസായവൽക്കരണം, വില വർധനവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ, ജനസംഖ്യാ വർധനവ്, കൃഷിയോടുള്ള ആഭിമുഖ്യക്കുറവ്, യുദ്ധം, പ്രകൃതി ദുരന്തം, തൊഴിലില്ലായ്മ, സബ്സിഡികളുടെ അഭാവം. ഓക്കെ, സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? സിവിൽ സപ്ലൈസ്, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ പൊതുവിതരണ കേന്ദ്രം, നീതി സ്റ്റോർ, ഹോർട്ടികോർപ്പ്, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ. ഇതൊക്കെ എന്താണ്? സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിൽക്കപ്പെടുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പട്ടികകളാണ്. ഓക്കെ, വിശപ്പ് രഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നുവരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.